വളരെ ജെന്യുവനായിട്ട് ഈ സിനിമേനെ മാത്രം മുൻനിർത്തി അഭിപ്രായം പറയുക. എന്നെയോ അഗൈൻ എൻ്റെ ബിലീഫ്സിനെയോ മൈ ഫാമിലി പ്ലീസ് പുട്ട് ദാറ്റ് അസൈഡ്. ഈ സിനിമ ഒരു ഡയറക്ടറിൻ്റെ സിനിമയായിട്ട് മാത്രം ഒന്ന് പ്രേക്ഷകൻ കാണണമെന്നാണ് എൻ്റെ ഇന്നത്തെ റിക്വസ്റ്റ്. ആൻഡ് പ്ലീസ് ഡു. അത് ഒരാൾ ഒരുപാട് കഷ്ടപ്പെട്ടൊരു വർക്കാണ്. അപ്പം അതിനെ കണ്ട് ആ രീതിയിൽ വിലയിരുത്തും. യെസ്, ഹോപ്പ്ഫുള്ളി കുറച്ചുകൂടെ റീസോഴ്സ് വെച്ച് കുറച്ചുകൂടെ ഗ്രാൻഡായ ഒരു സിനിമ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റട്ടെ. അതിന് ഈ ടീം തന്നെ ഞാനൊക്കെ ഈ സിനിമ നന്നായി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. ഇതിൻ്റെ എന്താ പറയേണ്ടത്, ഈ ഒരു സിനിമ 80+ സിനിമയാണല്ലോ, പോസ്റ്ററിലൊക്കെ 80+ അപ്പോൾ ഈ മാർക്ക് പോകുന്ന ഒരു ഹെവി വയലൻസ് സിനിമ ആയിരിക്കും. ഒരു സിനിമയും അപ്പുറം കമ്പയർ ചെയ്യാം. മാർക്ക് വെച്ച് ഇപ്പോൾ ബഡ്ജറ്റ് വൈസ്, സ്ക്രിപ്റ്റ് വൈസ്, സ്റ്റോറി വൈസ് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് സിനിമയും റേറ്റഡ് സിനിമയാണെന്നേ ഉള്ളൂ. അപ്പോൾ ആക്ഷൻ വയലൻസ് അതല്ലാതെ ഒരു കോമൺ തീം നമുക്ക് റിലേറ്റബിൾ ആയ ഒരു കാര്യം അങ്ങനെ മേ ബി ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ആരെങ്കിലും കണ്ട് മാർക്കൊരു സിമിലാരിറ്റി തോന്നുവാണെങ്കിൽ അത് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. ഇതിൻ്റെ ഈ പോസ്റ്ററിൽ ഒരു ഗുണ്ടാ വിളയാട്ടം, തലസ്ഥാനത്ത് കിടക്കുന്ന ഗുണ്ടകളുടെ വിളയാട്ടം അങ്ങനെയൊക്കെ പോസ്റ്ററിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു ഗുണ്ട പോസ്റ്ററിലാണെന്ന് തോന്നില്ല, സോഷ്യൽ മീഡിയയിലൂടെ റൈറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ഗുണ്ടയാവണമെങ്കിൽ എന്തെങ്കിലും ഒരു മനുഷ്യൻ ഒരു ഗുണ്ടയാവണമെങ്കിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ ഒരു സിനിമയിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് പുറത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു അതാണ് സിനിമ. ചേട്ടൻ ഈ സിനിമ എന്താണെന്നാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചത്. സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് ക്രൗഡിനെ കോൺസെപ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് ചേട്ടൻ എന്നോട് ചോദിച്ചത്. എന്താണ് ഈ ലൈഫ്? അപ്പം നമ്മൾ സിനിമയിൽ ഓൾറെഡി കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശരിയാണ്. ഇതിൻ്റെ ആക്ഷൻ സീൻസ് ഒക്കെ ഇനി കാണാൻ സാധ്യത ഉള്ള ഒരു പ്രേക്ഷകന് ഞാൻ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ല, ഇതിൻ്റെ ആക്ഷൻ സീൻസ് ഒക്കെ വളരെയധികം റിയൽ ഫൈറ്റാണ് കഥകൾ. അതിന് ഒരുപാട് ആവശ്യം റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. പിന്നെ പരിക്കെല്ലാം സംഭവിച്ചായിരുന്നു ചെറുതായിട്ട്, പക്ഷേ ഒന്നും 100% അല്ല. ഇപ്പോൾ ഏതൊരു സിനിമ കണ്ടാലും ഏതൊരു പോയിന്റ് പോലെ ഇതിലും മിസ്റ്റേക്സ് നോട്ടീസ് ചെയ്ത് ആൾക്കാർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഒരു സിനിമേനെ ആദ്യം ഒരു സിനിമ ആയിട്ട് പ്യുവറായിട്ട് കാണുക, എന്നിട്ടൊരു റിവ്യൂറായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കായിട്ടോ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ ആ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം പലപ്പോഴും ഞാൻ പറയാം മുൻവിധി ഇല്ലാതെ പോയി കാണുക. അത്രേ ഉള്ളൂ. ചാൻസ് ഇഫ് യു ക്യാൻ പ്ലീസ്. എന്തായാലും പടത്തിന് ഒരു വിജയാശംസകൾ. മനസ്സിലായി സിനിമ എന്നുള്ള നിലയിൽ കണ്ട എനിക്ക് സ്വന്തം അഭിപ്രായം പറയേണ്ടി ഇറ്റ്സ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് ഫിലിം ഇൻ കേരള, നെയ്തർ ഇസ് ദ സ്മോളസ്റ്റ്. ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ഒരാൾക്ക് ഒരു ഇത് കണ്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ആൾക്കാർ ഇനി ഐ തിങ്ക് നമ്മൾ സംസാരിക്കേണ്ട ഒരു ടൈം കഴിഞ്ഞു. പ്രേക്ഷകരാണ് ഇത് കണ്ട് സംസാരിക്കുന്നത്. ഐ ഹോപ്പ് വേറൊന്നുമല്ല, നെഗറ്റീവോ പോസിറ്റീവോ അങ്ങനെ നിങ്ങൾ പോസിറ്റീവ് തന്നെ ആവണം ഇനി ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ ആവാൻ പാടില്ല. ഹാസ് ടു ബി ഒത്തന്റിക്.